അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 20-3-2026 അലം നശ്റഹ് ലക സദ്റക് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമദാനിനെ പൂർത്തിയാക്കാൻ നമുക്ക് ഭാഗ്യം ചെയ്തു തന്നു. ഏറെ സന്തോഷവാന്മാരായ നമ്മൾ ആ സന്തോഷത്തിൻ്റെ നിറവിൽ ഈദ് ആഘോഷിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല നാം ഇതുവരെ ചെയ്ത ഇബാദത്തുകൾ പതിവായി നിലനിർത്താൻ നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിലെ ശ്രേഷ്ഠമേറിയ ഒരു സൂറത്താണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൂറത്തു ശറഹ്. നമുക്ക് 3 പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകൾ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു വാഗ്ദാനവും ഉൾക്കൊള്ളുന്നതാണ് ഈ സൂക്തം. ഏതാണ് അല്ലാഹു തആല ആദ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 അനുഗ്രഹങ്ങൾ? അലം നശ്റഹ് ലക സദ്റക്. സൂറത്തിൻ്റെ തുടക്കം അങ്ങനെയാണ്. തിരുദൂതരോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അങ്ങയുടെ ഹൃദയത്തെ അങ്ങേക്കു നാം വിശാലമാക്കി തന്നില്ലയോ? ഹൃദയ വിശാലത അല്ലാഹു തആല നബിതങ്ങൾക്ക് നൽകിയ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. നമ്മുടെ ദീൻ ഉദ്ദേശിക്കുന്നതാണ് നാം എല്ലാവരും ഹൃദയ വിശാലത ഉള്ളവരാകണം. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് അല്ലാഹു തആല പറയുന്നു, വവളഅന അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക്. ഓ തിരുദൂതരെ, അങ്ങയുടെ മുതുവിനെ ഭാരമാക്കിയിരുന്ന ആ പ്രയാസങ്ങളൊക്കെ നാം ഇറക്കി തന്നില്ലയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കിക്കൊടുത്തു. അല്ലാഹു ഏറെ ഔദാര്യവാനാണ്. തിരുദൂതർക്ക് അത് ചെയ്തു കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ലാഹു നമ്മളോട് ഏതൊരു കാര്യം കീർത്തിക്കുന്നുണ്ടോ അതിലൊക്കെ അല്ലാഹു തആല നമ്മെ സഹായിച്ചുകൊണ്ടേ ഇരിക്കും. തുടർന്ന് പറയുന്നത്, വറഫഅനാ ലക ദിക്റക്. ഓ തിരുദൂതരെ, അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലായിടത്തും ഉയർന്ന് കേൾക്കുകയാണ്. അവിടുത്തെ ആ സ്ഥാനം, അവിടുത്തെ ആ പദവി എന്നും നിലനിൽക്കുകയാണ്. കവി പറഞ്ഞത് എത്രമാത്രം സത്യസന്ധമാണ്. വലമ്മൽ ഇലാഹു സ്മൻ നബിയ്യി മഅസ്മിഹി ഇദ് ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു. ഇലാഹായ തമ്പുരാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമത്തെ അവിടുത്തെ നാമത്തോട് ചേർത്തി പറഞ്ഞു. 5 നേരത്തെ ബാങ്കുകളിൽ മുഅദ്ദിൻ അഷ്ഹദു എന്ന ഷഹാദത്ത് ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ. സൂറത്ത് പിന്നെ തുടർന്നുകൊണ്ട് പറയുന്നത്, നമ്മുടെ മനസ്സിനെയൊക്കെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ജീവിതത്തിൽ നമുക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസത്തിനുടനെ നമുക്ക് ആശ്വാസം ഉണ്ടാകും. 2 തവണയാണ് അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. വലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ. ഒരു വിഷമം നമുക്ക് വരുമ്പോൾ 2 ആശ്വാസങ്ങൾ വരാനിരിക്കുന്നുണ്ട്. പിന്നെ അല്ലാഹു തആല നമ്മുടെ മനസ്സിനെ അതിലൂടെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങളെപ്പോഴും ശുഭപ്രതീക്ഷയുള്ളവരാകണമെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ശറഹ് അല്ലാഹു തആല അവസാനിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. അത് നമ്മുടെ ചിന്തയെ തൊട്ടുണർത്തും. നമ്മളെ അത് ക്രിയാത്മകമായി ചിന്തിപ്പിക്കും. നമ്മുടെ അവസരങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നീ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ ഉടനെ നീ അടുത്ത കാര്യത്തിൽ സജീവമാകണം. നിന്റെ റബ്ബിലേക്ക് നീ എല്ലാ നിലക്കും സമർപ്പിതനാകുകയും ചെയ്യണം എന്ന് സൂറത്ത് നമ്മളോട് പറയുകയാണ്. നമ്മളൊരു കാര്യം ചെയ്താൽ പിന്നെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. അനുബന്ധമായി അടുത്ത കാര്യത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. അവൻ്റെ അമലുകളും ഇബാദത്തുകളുമൊക്കെ അങ്ങനെയാണ്. ഫറള് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകൾ ചെയ്യും. സദഖ കഴിഞ്ഞാൽ പിന്നെ രക്തബന്ധങ്ങൾ ചേർക്കും. പഠനം കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കും.
നിർബന്ധമായ കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങളിലൊക്കെ അവൻ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കും. നല്ല അവസരങ്ങൾ കിട്ടിയാൽ അതൊക്കെ ഉപയോഗപ്പെടുത്തും. അവർ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും. അതോടൊപ്പം തന്നെ റമദാൻ വിട പറയുന്ന ഈ സന്ദർഭത്തിൽ റമദാനിനോട് മാത്രമാണ് നാം വിട പറയുന്നത്. നമ്മുടെ ഇബാദത്തുകൾ നാം എപ്പോഴും പതിവാക്കണം. നോമ്പ് നമുക്ക് തുടർന്നുണ്ടാകണം, നിസ്കാരം ഉണ്ടാകണം, ദിക്റുണ്ടാകണം, ഖുർആൻ പാരായണം ഉണ്ടാവണം, സദഖയും ദാനധർമ്മങ്ങളുമൊക്കെ നാം തുടർന്നുകൊണ്ടേ ഇരിക്കണം. റമദാനിൻ്റെ മാധുര്യം യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ ഈ നന്മകളൊക്കെ അവൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കും. അവൻ എല്ലാ സമയത്തും നന്മകൾ ചെയ്യുന്നവരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഹൃദയം അല്ലാഹു തആല വിശാലമാക്കി തരട്ടെ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. കുറേ റമദാനുകൾ ഒരുമിച്ച് കൂടാൻ ആയുസ്സും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.